കൊച്ചേ. ഇപ്പൊ തന്നെ ഏതാണ്ട് 10 ലക്ഷം വ്യൂസ് ആയി. നീ ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്? പറ. നീ സമാധാനത്തിൽ കാര്യം എന്തോന്ന് പറ. അച്ഛാ ഞാൻ പറയാം. നമ്മൾ സ്കൂളിൽ നിന്ന് ഊട്ടിയിൽ ട്രിപ്പ് പോയപ്പം ഒരു ഇൻഫ്ലുവൻസർ വന്ന് Q&A വ്ലോഗ് എടുത്ത് അവര് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറഞ്ഞു. ആ റീൽ ഇപ്പം വൈറലാ. അത് ഈ അമ്മ ഇങ്ങനെ. അതിനിപ്പോ ഇവളെന്തോന്ന് ചെയ്ത്? അവള് ചോദ്യം ചോദിച്ചപ്പോ മിണ്ടാതെ പോവായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവള് വീഡിയോയിലേ വരത്തില്ലായിരുന്നോ? വന്ന ഇപ്പൊ എന്താ? ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് ഇൻസ്റ്റ അക്കൗണ്ട് പോലും തുടങ്ങാത്ത. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികൾക്ക് 200K ഫോളോവേഴ്സാ. ഞാൻ ഇപ്പോഴും അമ്മയുടെ അക്കൗണ്ടിൽ നല്ല ഇൻസ്റ്റയിൽ കയറുന്നേ. അതുകൊണ്ട് അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞൊന്നും തോന്നല്. ടോക്സിക് മമ്മി. നിങ്ങളിങ്ങനെ നാക്കുപ്പിലിട്ട് അവിടെ ഇരുന്നോ? പിന്നെ കൊച്ചു വഴിതെറ്റി പോയിട്ട് എന്റെ മെക്കിട്ട് അങ്ങനെ കയറാൻ വന്നാലുണ്ടല്ലോ. കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല. എവിടെ പോയി കിടന്നു ഇത്ര നേരം? ഞാനിപ്പോ ടീച്ചറിനെ വിളിച്ച് വെച്ചതേ ഉള്ളു. അമ്മ വരുന്ന വഴിക്ക് തന്വിക്ക് വയ്യാതായി. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ വന്നേ. അങ്ങനെ നീ വീട്ടിൽ കൊണ്ട് വിടുന്നേ? അവൾക്ക് വയ്യാതെ നീയാണോ ചികിത്സിക്കുന്നേ? അവളുടെ കാര്യം അവളുടെ വീട്ടുകാർ നോക്കിക്കോളൂ, നീ ഇടപെടണ്ട. അമ്മ അവളുടെ അച്ഛനും അമ്മയും ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവും. വീട്ടുകാരിങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നാൽ പിന്നെ പിള്ളേർക്ക് അസുഖം അങ്ങനെ വരാതിരിക്കും. അപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നോ? ലേറ്റായി വന്നതും പോരാ നിന്ന് തർക്കുത്തരം പറയല്ലേ നീ. എന്റെ പൊന്നമ്മ, ഒരു 15 മിനിറ്റ് അല്ലേ ലേറ്റ് ആയുള്ളൂ, അതിനാണ് ഇങ്ങനെ കിടന്ന് ചാടണേ. ഡിഡി, നിന്റെ തോന്നിച്ച മൂപ്പ് ഇവിടെ കാണിക്കണ്ട. നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാറാകുമ്പോ ഞാൻ പറയാം. ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇരിക്കണം നിന്ന് നടക്കങ്ങോട്ട്. ചേട്ടാ എങ്ങനെ വിട്ട എങ്ങനെയാണ്? ഇന്നത്തെ അവളെ ചാട്ടമൊന്നും കാണണമായിരുന്നു. അമ്മ എന്തടി അമ്മ, ഞാൻ ഇന്നിവിടെ കിടന്നോട്ടാ. നിന്റെ ചേച്ചി എന്തിയേ? ചേച്ചി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ട, അവളെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും കിടത്താൻ പറ്റത്തില്ല. നീ അവളുടെ കൂടെ പോയി കിടന്നേ. അമ്മ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോ. കേട്ടാ അവള് പറഞ്ഞത്? മൂത്തവളെ കണ്ട അവളും പഠിക്കുന്നേ. എടി, ഞാനത് അവളുടെ അടുത്ത് സംസാരിച്ചോളാം. സംസാരിക്കണം. ഇപ്പൊ ഏതാണ്ട് വലുതായെന്നൊരു വിചാരം ഉണ്ടാവക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ അവളുടെ വിഷ് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന കുറെ ഡ്രസ്സ് നോക്കി. ഒറ്റൊരെണ്ണം കൊള്ളത്തില്ല. കുറെ കൈ കുറഞ്ഞതും കാല് കുറഞ്ഞതും. എടി, അത് ഈ TV-യിലും റീൽസിലും ഒക്കെ ഈ പെമ്പിളർ ഇട്ടുകൊണ്ട് തുള്ളണ കണ്ടോണ്ടാ അവളും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കണത്. അതാ വിഷ് ലിസ്റ്റിൽ കിടക്കേയുള്ളൂ. ഞാൻ പൈസ കൊടുത്താലല്ലേ വാങ്ങിക്കുള്ളൂ. എന്നാലും നമ്മളോട് കുറച്ചെങ്കിലും പേടിയുണ്ടേ ആ ഡ്രസ്സൊക്കെ അവള് വാങ്ങാൻ നോക്കുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ചേട്ടൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം. അവളിങ്ങ എത്തി. എടി, ഞാൻ നിന്നെ വിളിക്കാൻ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞല്ലേ. അതിന് ചേട്ടൻ ഇതിന് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. എടി, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. എല്ലാവരും ഇവിടെ പഠിച്ചിട്ട് പുറത്തോട്ട് പോകും. ഇവളാണെങ്കിൽ പുറത്ത് പഠിച്ചിട്ട് ഇവിടെ പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്, അതും പാറശാല. എനിക്ക് ഓഫർ ലെറ്റർ വന്നതേ DS ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. പുറത്തുള്ള പല സ്കൂളിലും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അഡ്വാൻസ് റിസർച്ച് ബേസ്ഡ് കരിക്കുലമാണ് അവിടെ ഉള്ളത്. പിന്നെ എനിക്ക് എന്റെ സ്വന്തം നാട്ടിൽ നിൽക്കാം. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ? കണ്ടല്ല, ഇതാണ് കോണ. മൂത്തവള് മാത്സിന് ഇത്തിരി വീക്കാണ്. പിന്നെ രണ്ടാമത്തവളെയും കൂടെ നീ ഒന്ന് മാനേജ് ചെയ്തോളാം. ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ വേറൊരു അവളൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ഉറക്കം വരുന്നോ? രേവു, അമ്മയും ചേച്ചിയൊക്കെ ഒന്ന് വിളിച്ചിരുന്നു. എന്തു പറഞ്ഞു? നിന്റെ കല്യാണ കാര്യം തന്നെ. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. എനിക്കിപ്പോ എങ്ങും വേണ്ട. എടി, ജാതക പ്രകാരം ഇപ്പം നടന്നില്ലെങ്കിലേ പിന്നെ 7 വർഷം കഴിഞ്ഞ് നടക്കാൻ. ചെയ്യേണ്ട ജാതകത്തിൽ തൊപ്പി വെച്ച് എന്തോ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആവുന്നല്ലായിരുന്നു. എന്നിട്ട് ആയത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ. അത്രേ ഉള്ളൂ. എടി, നിനക്ക് ഇതിനകത്ത് വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇതൊക്കെ നടക്കാൻ ഒരു പ്രായമില്ലേടാ. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനുള്ള സമയമൊന്നും തോന്നിയിട്ടില്ല ചേച്ചി. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ആലോചിക്കാം. മാമി സത്യം പറ, മാമിക്ക് ലവറില്ലേ? അച്ഛൻ്റെ അടുത്ത് പറ, അച്ഛൻ സെറ്റാക്കും. ഇനി സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചോട്. കല്യാണം ആവുമ്പോ ഒരു ത്രില്ലൊക്കെ വേണ്ടേ? അനാവശ്യം പറയുന്ന ചേച്ചി, നീ അവള് പറഞ്ഞു കേട്ടില്ലേ? ചെറിയ വയല് വലിയ വർത്താനം പറയുന്നു. വര നീ വഷളായി വരയാണേ. എന്റെ സ്വഭാവം നിനക്കറിയാല്ല. നിനക്ക് പഠിക്കാവുന്നില്ലേ?
വലിയൊരു സംസാരിക്കുന്ന ഇടയ്ക്ക് വരില്ലെന്ന് പലതവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിക്കരുത്. ചേട്ടാ, നാളെ തന്നെ ഉള്ള സ്കൂളിലൊന്ന് പോകണം. പിള്ളേർ ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നൊന്നും അറിയണമല്ലോ. ആലോചിച്ചിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. എന്നാലും ഈ ചെറുപ്രായത്തിൽ ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കണമെന്നാ? എന്നാലും എത്ര സിമ്പിളായിട്ടടി അവളെ ഒളിച്ചോടുന്ന കാര്യം പറഞ്ഞത്. ഈ റീല് കണ്ടുപിടിച്ചവന്മാരൊക്കെ ഇനി അവക്ക് വല്ല അഫയറും ഉണ്ടാ? അയ്യോ, ആ, ഇങ്ങനെ ഭാവിയിൽ വിളിക്കാതിരിക്കണമെങ്കിലേ നമ്മൾ അവളെ കാര്യത്തിന് നല്ല വിജിലൻ്റ് ആയിരിക്കണം. ഇനി എന്തായിരുന്നാലും അവളെ മേലെ നമ്മൾ രണ്ടുപേരും ഒരു കണ്ണ് വേണം. ഈ രണ്ടെണ്ണത്തിനെയും വളർത്തി വലുതാക്കുമ്പോഴത്തേക്കും ഞാൻ ടെൻഷൻ അടിച്ച് ചാവും. മൂന്നാം ക്ലാസ് ആയിട്ട് ഇതുവരെയും കൂട്ടാനും കുറയ്ക്കാനും അറിയത്തില്ലേ? നിന്നെ കണക്ക് പഠിപ്പിച്ച് എനിക്കറിയാവുന്നൂടെ ഞാൻ മറന്നുപോകും. അമ്മ പഠിപ്പിക്കണം, ഞാൻ പഠിച്ചോളാം. ആ, നീ പഠിച്ചതിന്റെ ഗുണം ഞാൻ കഴിഞ്ഞ PT മീറ്റിങ്ങിന് കണ്ട്. ഞാൻ തലയിൽ മുണ്ടിട്ട് അവിടെ പോയിരുന്നത്. അച്ഛൻ്റെ മുണ്ടോ? ദേ, വീണ്ടും തുടങ്ങിയ രണ്ടും. എന്റെ രേവു, എനിക്ക് വയ്യ. ഇതുപോലൊരു ബുദ്ധിയില്ലാത്ത സാധനത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചി അവളെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്താലേ അവൾക്ക് ഈ പഠിത്തം തന്നെ അവസാനം വെറുത്തു. അവൾക്ക് ഈ ബേസിക്സും കോൺസെപ്റ്റ്സും ഒക്കെ മനസ്സിലാകത്തോണ്ടുള്ള പ്രശ്നമായിരിക്കും. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ പഠിപ്പിക്കാനാ? അവളെ ക്ലാസ്സിൽ ഇപ്പം എത്ര പിള്ളേരുണ്ട്? ഒരു 40-50 പേര് കാണും. ആ, അതാണ് പ്രശ്നം. ഞാൻ പഠിപ്പിക്കുന്ന ഈ DS ഇൻ്റർനാഷണൽ സ്കൂളിലെ 8 പിള്ളേർക്ക് ഒരു ടീച്ചറാണ്. അപ്പോൾ സ്റ്റുഡൻസിന് അത്ര ഇൻഡിവിജ്വൽ അറ്റൻഷനും കിട്ടും. പിന്നെ നമ്മൾ പഠിക്കുന്ന പോലെ ഈ കാണാതെ പഠിത്തമൊന്നും അല്ല ഇവിടെ. ഓരോ സ്റ്റുഡൻസിനും കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ആക്ടിവിറ്റീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും പ്രോജക്റ്റിലൂടെയൊക്കെ ഇവർ പഠിപ്പിക്കുന്നത്. ഓ, അപ്പോഴേ അവിടെ വിട്ടാൽ ഈ ഇംഗ്ലീഷൊക്കെ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഫ്ലുവൻ്റ് ആവുമെന്നോ? അവൾ ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് ബുക്ക് വരെ എഴുതും. പിന്നെ ഓരോ കുട്ടികൾക്കും ഏത് ഗ്ലോബൽ സ്റ്റേജിലും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റണ ലെവലിലുള്ള ട്രെയിനിങ് ആണ് അവിടെ കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഓരോ പിള്ളേരുടെയും കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കും. പിന്നെ മെയിനായിട്ടേ ഈ പിള്ളേരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനുള്ള സെപ്പറേറ്റ് കരിക്കുലം വരെ അവർക്കുണ്ട്. ആ, അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ ചേർക്കാം. ആദ്യം ഇവളുടെ ക്യാരക്ടർ ഒന്ന് നേരെയാക്കണം. എന്നാ അമ്മ ആദ്യം ചേർക്ക്. ഡി, അതല്ലടാ, ഇനിയിപ്പം അടുത്ത വർഷമല്ലേ ഇവരെ ചേർക്കാൻ പറ്റത്തുള്ളൂ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ഇവിടെ ഏത് വർഷം ഏത് ടൈമിലാണെങ്കിലും എൻറോൾ ചെയ്യാനൊക്കെ പറ്റും. എന്നാലും ഫുഡ് ഉണ്ടോ ചേച്ചി? അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഹലോ ഹലോ, ധനുഷയില്ലേ? ഒന്ന് ഫോൺ കൊടുക്കാവോ? ഇതാരാ? ഞാൻ അവളുടെ ക്ലാസ്മേറ്റാ, ജഗന്നാഥ്. ആ, കൊടുക്കാവേ. ധനുഷ്ട, നിന്റെ ഏതൊരു ഫ്രണ്ട്. ആ ജഗ്ഗു, പറയടാ. എടി, നീ ആ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യുന്നൊന്ന് പറഞ്ഞു തരുമോ? വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പം പറയാം. ആടാ, ഫസ്റ്റ് സ്റ്റെപ്പ് അത്രേ ഉള്ളൂ. അതിപ്പം ക്ലിയർ ആയല്ലോ. സെക്കൻഡ് നാളെ സ്കൂളിൽ വന്നിട്ട് പറഞ്ഞാൽ. പക്ഷെ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്നാണ് മാം പറഞ്ഞത്. ശരി, എന്നാ. ഏതോ ഒരു ചെറുക്കൻ നമ്മൾ ഫോൺ വിളിക്കുന്നത്. ചെറുക്കനാ? കുറേ നേരം നിങ്ങളൊന്ന് നോക്കിയിട്ട്. എന്താ അച്ഛാ? ആരാ മോളെ ഫോണില്? എൻ്റെ ക്ലാസ്മേറ്റ്. നീ അവൻ നമ്പർ കൊടുത്താ? ആ, ബോയ്സിനോട് കൂട്ടുകൂടലെന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതും അവൻ വിളിച്ച സമയം നോക്കി രാത്രി 8 മണി. അമ്മ അവര് ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാ. ഓൺലൈൻ ട്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാനാ ഇപ്പം വിളിച്ചാൽ അതെന്ന് പറഞ്ഞേ. മോളെ, എന്ത് ഡൗട്ടാണെങ്കിലും അതൊക്കെ ക്ലാസ്സിൽ വെച്ച് തന്നെ തീർത്തിട്ട് വരണം. നിന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയല്ലേ അവനെ പഠിപ്പിക്കുന്നത്. പിന്നെ അവന് മാത്രം ഇത്ര ഡൗട്ട് എന്താ? അമ്മ, മോളെ, മോൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. മോളെക്കാളും കൂടുതൽ ലോകം കണ്ടവരാ ഞങ്ങൾ. ഇവരെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ചേട്ടാ, ഇങ്ങനെയാണ് പിള്ളേരോട് പറയണേ. ദേ രേവതി, നീ അവൾക്ക് ചുമ്മാ പട പിടിക്കാൻ നിൽക്കല്ലേ. മതി, നീ എന്തെങ്കിലും കഴിക്കാൻ എടുത്ത് വെച്ചേ. ഞാൻ വെച്ച് തരാം. ഞാൻ വെക്കാം. നീ വെച്ച അത് പോവും.
പിന്നെ അവിടെ നമ്മുടെ അലമാരി തുറന്നിട്ടേ എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു 1250 രൂപ എടുത്തോണ്ട് പോവാം. അപ്പോഴത്തേക്ക് എന്ത് വെക്കാം. ചെല്ല്. എന്തോ നീ ചേച്ചി കാണിക്കണേ? ചേച്ചിക്ക് അവളെ ഇത്രയ്ക്ക് വിശ്വാസമില്ലേ? അവളെ വിശ്വാസമുണ്ട്, പക്ഷേ അവളുടെ പ്രായത്തിന് എനിക്ക് വിശ്വാസമില്ല. ഹായ് ആൻറ്റി, ധനുഷ്ട ഇല്ലേ? ആ ഉണ്ടല്ലോ. തനുഷ്ട, എന്താ ആന്റി? ആ ജഗ്ഗു, ആ ഇന്നാടി നീ ചോദിച്ച ഹാർഡ് ഡിസ്ക്. താങ്ക്സ് ഡാ. ഭാഗത്തോ? ഇല്ലടി, പോണം, കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആദ്യമായിട്ടല്ലേ വീട്ടിൽ വരണം. വാ. ആ അമ്മ, ഇതാ ഞാൻ പറഞ്ഞ ജഗ്ഗു. ഹായ് ആൻറ്റി. മോൻ എന്താ ഇവിടെ? ഹാർഡ് ഡിസ്ക് കൊടുക്കാൻ വന്നതാ. ആ അമ്മ, ഇവന്റെ കയ്യിൽ കുറെ നല്ല സീരീസ് ഉണ്ട്, അതെല്ലാം ഹാർഡ് ഡിസ്കി ആക്കി കൊണ്ടുവന്നയാ. രേവതി എന്തേ? മാമി റൂമിയുണ്ട്. മോന്റെ വീട് എവിടെ? മണ്ണന്തല. പഠിക്കാനൊന്നും ഇല്ലേ? ഇപ്പോഴും സീരീസും കണ്ട് നടന്നാ മതിയാ? പഠിച്ചു കഴിഞ്ഞിട്ട് ആൻറ്റി സീരീസ് ഒക്കെ കാണുന്നത്. നീ പോയി റെഡിയായേ, ഒരു കല്യാണത്തിന് പോണം. ആരുടെ കല്യാണം? എവിടെ വെച്ച്? എല്ലാം അറിഞ്ഞാലേ നീ വരത്തുള്ളോ? ചെന്ന് ഡ്രസ് ചെയ്യ. മോൻ പോയിക്കോ, അവള് കുറച്ച് തിരക്കില്ല. ശരി ആൻറ്റി. ബൈ ധനുഷ്ട. പിന്നെ ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് കൊടുത്താൽ മതി. ചുമ്മാ വീട് വരെ വന്ന് മോൻ ക്ഷീണിക്കണ്ട. ശരി ആൻറ്റി. അമ്മ, അമ്മയ്ക്ക് എന്താ? മിണ്ടി പോരുത്. ആരോട് ചോദിച്ചിട്ടറിയാം അവനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത്? അമ്മ, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്ത് ഫ്രണ്ട് ആയാലും ക്ലാസ്സിൽ വെച്ചിട്ടുള്ളത് മതി, അല്ലാണ്ട് വീട്ടിലോട്ട് കയറ്റിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട. ഫ്രണ്ട്സ് ആവുമ്പോ വീട്ടിൽ വന്നെന്നൊക്കെ ഇരിക്കും. പോക്കെ പറയടി, കിടന്ന് ചീർന്നവള്. അമ്മയോട് സംസാരിച്ച എന്റെ തല പൊട്ടും. എന്താണ് ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല അമ്മ. രാത്രി ഞങ്ങൾ അറിയാൻ നീ എന്തിനടി ഫോൺ എടുത്തേ? അച്ഛാ, ഞാൻ നോട്ടായി. ചേട്ടാ, ഇവള് ഇൻസ്റ്റയിൽ പുതിയ അക്കൗണ്ട് തുടങ്ങി. എന്റെ അമലെന്ന് പറയുന്ന ഒരു ചെറുക്കൻ ഇവക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുന്നു. എന്നിട്ട് അവൾ അപ്പൊ തന്നെ തിരിച്ചും വിളിച്ച്. അപ്പൊ പാതിരാത്രി നിനക്ക് ഇതാണ് നോട്ട് അല്ലേടി? മതി അതിനെ മെക്കിട്ട് കയറിയത്. ചുമ്മാ കാര്യം കിടന്ന് ചാടല്ലേ ഏട്ടാ. ഇനി ഇതിൽ കൂടുതൽ എന്തോന്ന് അറിയേ? അവൾക്ക് മെസ്സേജ് ചെയ്തല്ലേ ചേട്ടൻ കണ്ടോളൂ. തിരിച്ച് അവൾ അവനെ വിളിച്ച് പറഞ്ഞെന്താണെന്ന് ചേട്ടൻ കേട്ടില്ലല്ലോ. ഹലോ അമൽ, നീ അയച്ച മെസ്സേജ് ഞാൻ കണ്ടു. വെറുതെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കളയണോ? ഇപ്പം പഠിക്കേണ്ട ടൈമാ. നീ അതേ ഫോക്കസ് ചെയ്.
ഇനി ഇത് പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന ഞാൻ ടീച്ചറിൻ്റെ കൂടെ കംപ്ലൈൻറ്റ് ചെയ്യും. ചേട്ടാ ഇതാണ് നടന്നത്. അത് അവള് തന്നെ സോർട്ട് ഔട്ട് ചെയ്ത കാര്യവും. ആ അങ്ങനെയാണെങ്കിൽ പിന്നെ രാത്രി വന്ന് ഫോൺ എടുത്ത് എന്തിന്? അതിനകത്ത് എന്തോ കള്ളത്തരമില്ലേ? അത് ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിട്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ മറന്ന്. അതമ്മ കണ്ട ഈ തോന്നുന്ന ദിവസങ്ങൾക്കൊന്നും സമ്മതിക്കൂല. നീ എന്തിനാണ് ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയത്? അതുകൊണ്ടല്ലേ ഇമാതിരി കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അവൾക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഇല്ലായിരുന്നെങ്കിലേ അവൻ ചിലപ്പോൾ സ്കൂളിൽ വന്ന് പ്രപ്പോസ് ചെയ്ത് തന്നെ. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും? സ്കൂൾ നിർത്തി വീട്ടിൽ ഇരുത്തു? ഞാൻ അവിടെ ആ സ്കൂള് മാറ്റുമായിരുന്നു. ഓ അപ്പൊ അവിടെ വന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഇനി അവളെ നാളെ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും ഇതല്ലോ എന്ന് പറഞ്ഞാൽ അവളെ വീട്ടിൽ നിന്നേ വെളിയിറക്കൂലേ? പിന്നെ നമ്മളിതൊക്കെ സപ്പോർട്ട് ചെയ്യണോ? സപ്പോർട്ട് ചെയ്യണ്ട, എതിർക്കുകയും വേണ്ട. പക്ഷെ എഡ്യൂക്കേറ്റ് ചെയ്യണം. തെറ്റും ശരി എന്താണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് അവളുടെ അടുത്ത് മനുഷ്യന്മാരെ പോലെ പെരുമാറാൻ പഠിക്കണം ആദ്യം. അവളുടെ അടുത്ത് ഇപ്പം ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ പയ്യനും അവൾ മോശക്കാരോ തെറ്റുകാരോ ഒന്നുമല്ല. ഇതൊക്കെ ഈ പ്രായത്തിൽ സ്വാഭാവികമാണ്. നിങ്ങളിങ്ങനെ അവരെ പ്രായത്തിനെ പേടിച്ച് പിടിച്ചു കെട്ടാതെ ലൈഫ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്ക്. ഈ ഫോണും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ പാതി സമാധാനം തിരിച്ചു കിട്ടും. ആ ഇതിപ്പോൾ എല്ലാ പാരൻസ് പറഞ്ഞ ക്ലീഷ്യ റീസണാണ്. ഇന്നത്തെ കാലത്തെ ഇതൊക്കെ ഉപയോഗിക്കാതിരുന്നാലാണ് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത്. അത് യൂസ് ചെയ്യാതിരിക്കാനല്ല, അത് എങ്ങനെ യൂസ് ചെയ്യണം, എന്തിന് യൂസ് ചെയ്യരുത് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം തന്നെ ഈ കാര്യം അവൾ സോൾവ് ചെയ്തതാണ്. പക്ഷെ നിങ്ങളെ പേടിച്ചിട്ടാണ് അവൾ ഈ കാണിച്ചു കൂട്ടിയല്ല. അപ്പം ശരിയായ കാര്യം ചെയ്യുമ്പോൾ പോലും അവൾ നിങ്ങളെ പേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കല്ലേ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ നാളെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൾ എങ്ങനെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യും? നിങ്ങളെ പേടിച്ചിട്ട് അവൾ ഒന്നും നിങ്ങളടുത്ത് പറയാതാവും. ഇനിയെങ്കിലും അവളെ ഒന്ന് ട്രസ്റ്റ് ചെയ്യും നിങ്ങൾ. പിള്ളേരെ ഇങ്ങനെ പൊത്തി പൊത്തി വളർത്തിയാലേ നാളെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ പോലും അവർക്ക് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇനിയെങ്കിലും പിള്ളേർ വഴിതെറ്റി പോകുന്ന പേടിച്ച് ജീവിക്കാതെ അവർക്ക് നേർവഴി എന്താണെന്ന് പറഞ്ഞു കൊടുക്ക്. മക്കൾ ടീനേജ് പ്രായം എത്തിയ പല പാരൻസിൻ്റെ ഉള്ളിലൊരു പേടിയാണ് മക്കൾ വഴിതെറ്റി പോവുമെന്ന്. ഈ ഒരു പേടി ഉള്ളിൽ കിടപ്പുള്ളതുകൊണ്ട് തന്നെ പല പാരൻസും എന്തിനും ഏതിനും മക്കളെ റെസ്ട്രിക്റ്റ് ചെയ്ത് വീർപ്പ് മുട്ടിച്ച് അവരെ എല്ലാ തെറ്റുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി റിയാലിറ്റിയിൽ പാരൻസിന് തന്നെ പണിയാവും. കാരണം ഒരു തുള്ളി പോലും മക്കളെ ട്രസ്റ്റ് ചെയ്യാതെ അവരെ പിടിച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവരിതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിൽ നിന്ന് കൂടുതൽ അകലാൻ ശ്രമിക്കും. ഒരു പോയിന്റിൽ അവർക്ക് പാരൻസ് ശത്രുക്കളായിട്ട് മാറും. അവർ അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും നിങ്ങളോട് ഓപ്പൺ അപ്പ് ചെയ്യാതാവും. ഓരോ പ്രാവശ്യവും നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ചെയ്യരുതെന്നുള്ള കാരണം മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ സ്വയം ശരിയും തെറ്റും മനസ്സിലാക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൈറ്റ് ഡിസിഷൻ എടുക്കും. ടീനേജ് പ്രായം എന്നത് മക്കൾക്ക് പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സ്റ്റേജാണ്. ആ പ്രായത്തെ പേടിക്കുകയല്ല, മറിച്ച് അവരെ പൂർണ്ണമായും മനസ്സിലാക്കുകയാണ് ഓരോ പാരൻസും ചെയ്യുന്നത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഇന്നത്തെ ടീനേജേഴ്സിനെ വളർത്തുമ്പോൾ പാരൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചസ് എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ടീനേജേഴ്സിനെ ഓവറായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്ന് ഇനിയെങ്കിലും പാരൻസ് മനസ്സിലാക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിലൂടെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക് നമ്മളുമായി പങ്കുവയ്ക്കുക. അതിനോടൊപ്പം SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന DS International School, creating global leaders through joyful, experiential, and purposeful learning.